ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ലണ്ടനിലെ ഒളിമ്പിക് പാർക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒളിമ്പിക് പാർക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന 2012 ലണ്ടൻ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോഴും അനേകം വിസിറ്റേഴ്സ് സന്ദർശിക്കുന്നുണ്ട്. അത് ലണ്ടൻ സ്റ്റാൻഫോർഡിലെ ആ ഷോപ്പിംഗ് മാളിൽ കൂടെയാണ് ആ ഒളിമ്പിക് പാർക്കിലേക്ക് പോകേണ്ടത്. അതിനുള്ളിൽ കയറി ഉള്ള യാത്രയാണിത്. ഒത്തിരി ടൂറിസ്റ്റുകളും ബിസിനസ് തിരക്കുള്ള ഒരു പ്രദേശമാണ്. എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഇവിടെ ഉണ്ട്. അനേകം ഭക്ഷണശാലകൾ, വിവിധ കൺട്രികളിലെ വിശിഷ്ടമായ റെസ്റ്റോറൻറ്റുകൾ അവിടെ ആളുകൾക്ക് ആ റൂഫ് മഴ പെയ്താലൊന്നും ഇത് ചെയ്യത്തില്ല. അത് ഓപ്പണായിട്ട് തോന്നുന്നെങ്കിലും അത് ഒരു ഗ്ലാസ് ഷീറ്റ് പോലെ മുകളിലുണ്ട്. ഇൻസൈഡിൽ തന്നെ അവിടെ ആളുകൾക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്, ബെഞ്ചുകളുണ്ട്. വളരെ മനോഹരമായ, വളരെ നീറ്റായിട്ടുള്ള ഒരു പ്രദേശമാണ്. മൊബൈൽ ഭക്ഷണശാലകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടാൽ ഏതെങ്കിലും ബസ്സോ ചെറിയ വാഹനങ്ങളോ ഇട്ടിരിക്കുന്ന പോലെ തോന്നും. ഇത് അവിടെ റിലാക്സ് ചെയ്യുന്നതിനുള്ള ഒരു ഏരിയയാണ്. ആ മോളിനകത്ത്, അല്ല ഔട്ട്സൈഡ് മോളാണത്. അവിടെ നമുക്ക് ലോകത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കാണാൻ പറ്റും. ജാപ്പനീസുണ്ട്, ചൈനീസ് പീപ്പിളുണ്ട്, ആഫ്രിക്കൻ പീപ്പിൾ, അമേരിക്കൻസ്, ഓസ്ട്രേലിയൻസ്, അങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കാണാം. അവരുടെ ബിസിനസ് സംരംഭങ്ങൾ കാണാം. അതൊക്കെ ഓരോതരം മൊബൈൽ ഭക്ഷണശാലകളാണ്. മോളിന് വെളിയിലുള്ള ഓപ്പൺ സ്പേസാണത്. അതിൻ്റെ രണ്ട് വശങ്ങളിലും വലിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് അതിൻ്റെ മറു സൈഡാണ് ഒളിമ്പിക് പാർക്ക്. സിഗ്നല് ഗ്രീൻ സിഗ്നലായി, അതുകൊണ്ട് ആളുകൾ ക്രോസ് ചെയ്യുകയാണ്.
ആളുകൾ ഒളിമ്പിക്സ് പാർക്കിൻ്റെ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുകയാണ്. അവിടെയൊക്കെയുള്ള വിവിധ ഷേപ്പിലുള്ള കെട്ടിടങ്ങളാണ്. അതൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ലണ്ടൻ ഒളിമ്പിക്സ് വന്നതിന് ശേഷമാണ് സ്ട്രാറ്റ്ഫോർഡ് വളരെ ആ പ്രദേശം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തത്. അവിടെ ഗവൺമെൻറ് ബില്യൺസ് ഓഫ് പൗണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കര ഷോപ്പിംഗ് മാളും വലിയ വലിയ കെട്ടിടങ്ങളും മറ്റുള്ള എല്ലാ വാഹന സൗകര്യങ്ങളും ട്രെയിൻ സർവീസുകളും എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഒരു ലണ്ടൻ്റെ മിക്ക ഭാഗങ്ങളിലെയും കണക്ട് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ട് അവിടെ നിന്നും. അത് ഒളിമ്പിക്സ് പാർക്കിലേക്കുള്ള വഴിയാണ്. അതാണ് അതിന് ക്യൂൺ എലിസബത്ത് ഒളിമ്പിക് പാർക്ക് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒളിമ്പിക്സിൻ്റെ കെട്ടിടങ്ങളാണ്. ഓരോന്നും സ്വിമ്മിങ്ങിനും അത്ലറ്റിക്സിനും ഇങ്ങനെ പല ഭാഗങ്ങളിൽ വെച്ചാണ് അതിൻ്റെ മെയിൻ ഈവൻറ്റുകൾ നടന്ന ഈ പ്രദേശത്ത് വെച്ചായിരുന്നു. ആ പ്രദേശം ഇപ്പോഴും വളരെ വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഹൈ സെക്യൂരിറ്റിയാണ്. ടൂറിസ്റ്റുകൾക്ക് ഒത്തിരി പേര് അവിടെ എവറി ഡേയിൽ ആ പ്രദേശം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എൻ്റെ ഭാഗത്ത് നിന്നും ഫാറിൽ നോക്കുമ്പോൾ അവിടെ റോഡ്, ട്രെയിനിൻ്റെ ട്രാക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ആ ഫ്ലാഗ് വെൽക്കം ടു ഒളിമ്പിക് പാർക്ക് എന്നുള്ള അതിൻ്റെ ഒരു സൈനാണ് കാണിക്കുന്നത്, വെൽക്കം. ഇത് അതിൻ്റെ മറുവശത്തു നിന്ന് ഫാറിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ കാണുന്ന റോഡുകളും അതിൻ്റെ റൈറ്റ് സൈഡിലെ റെയിൽവേ ട്രാക്കുമാണ്. ആ ദൂരെ കാണുന്നത് ഒളിമ്പിക്സിൻ്റെ അന്ന് ഉണ്ടാക്കിയ ഒളിമ്പിക്സ് ഒരു സൈനാണത്. അത് നമുക്ക് ലണ്ടൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാലും അത് കാണാൻ പറ്റും. അത് ഒരു വെനുവായിരുന്നു ഒളിമ്പിക്സിൽ. അവിടെ ഇപ്പോഴ് ജിമ്മും മറ്റ് ഉള്ള വേറെ ആക്ടിവിറ്റീസിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിന് കുറുകെ ഒരു റിവർ ഉണ്ട്. അന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന സമയത്തൊക്കെ അതിൽ കൂടെയൊക്കെ ബോട്ടിൽ കൂടെയൊക്കെ ഡേവിഡ് ബെക്കമൊക്കെ ഈ ദീപശിഖമായിട്ടൊക്കെ വന്ന് അതിപ്പോഴ് ഇത് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോഴും വെൽ മെയിൻറ്റൈൻഡ് ആണ്, വളരെ മനോഹരമാണ് ആ പ്രദേശം. ഇപ്പോഴും കാണാം, ഒളിമ്പിക്സ് കഴിഞ്ഞെങ്കിലും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നു. ദൂരെ കാണുന്ന ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്, ഒളിമ്പിക് ഫുട്ബോളുകൾ നടത്തിയിരുന്ന സ്ഥലമാണ് അത്.
ഇപ്പോൾ ഒരു ലണ്ടനിൽ തന്നെ ഒരു ലീഡിങ് ക്ലബ്ബായ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആ ക്ലബ്ബ് ആ സ്റ്റേഡിയം മേടിച്ചിരിക്കുകയാണ്. അവരുടെ കളികളൊക്കെ ഇപ്പോൾ അവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ. അടുത്ത വീഡിയോയിൽ വ്യത്യസ്തമായിട്ടുള്ള ലണ്ടനിലെ വിവിധ ആകർഷണമായ പ്രദേശങ്ങളുടെ കാഴ്ചകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ലണ്ടനിലെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ അവസാന ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. ഒളിമ്പിക്സിൻ്റെ ഒരു എംബ്ലം പോലത്തെ ഒരു ഇതാണത്. അത് ദൂരെ എവിടെ നിന്നാലും കാണാം. അതാണ് ആ റിവറിന് കുറുകെ തന്നെ ചെറിയ ബ്രിഡ്ജസ് കൊണ്ട് ആളുകളൊക്കെ ക്രോസ് നടന്നു പോണതിന്. ഇത് കുറച്ച് സ്കൂൾ കുട്ടികൾ ഈ സ്കൂൾ യൂണിഫോമിൽ അടുത്ത ഒരു സ്കൂളിൽ നിന്ന് വന്നിട്ട് ആ പാർക്കൊക്കെ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ